ചേർത്തല കൂട്ടക്കൊലക്കേസിൽ നിർണായക വഴിത്തിരിവ്. ഞെട്ടിക്കുന്ന തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ പ്രതി CM സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് തലക്കടിച്ച് കൊന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ വെളിപ്പെടുത്തൽ. വീടിന്റെ സ്വീകരണ മുറിയിൽ നിന്ന് ലഭിച്ച രക്തത്തുള്ളികളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത്. സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച നിർണായക സൂചനകളും പോലീസിന് വലിയ സഹായകമായി. കൊലപാതകത്തിന് ശേഷം ശരീരം പല ഭാഗങ്ങളായി മുറിച്ച് കത്തിച്ചുവെന്നാണ് സൂചന. ഇയാളുടെ കുളിമുറിയിൽ രക്തത്തിന്റെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു. മുറിച്ച മൃതദേഹ ഭാഗങ്ങൾ പല സ്ഥലത്തായി മറവ് ചെയ്തിട്ടുണ്ടാകാമെന്നും അന്വേഷണ സംഘം കരുതുന്നുണ്ട്. വീട്ടുവളപ്പിൽ മൃതദേഹത്തിന് ചില ഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത്. ലഭിച്ച മൃതദേഹ ഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെങ്കിലും പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല. ഇത് ജൈനമ്മയുടേതെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത്. കത്തിക്കരിഞ്ഞ അസ്ഥികളിൽ DNA കണ്ടെത്തുന്നത് ശ്രമകരമായതിനാലാണ് പരിശോധനാ ഫലം നീളുന്നതെന്നാണ് വിവരം. ജൈനമ്മ തിരോധാന കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി CM സെബാസ്റ്റ്യനെ കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ കാണാതായ കേസിലും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങാൻ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് പദ്ധതിയിടുന്നുണ്ട്. മറ്റൊരു കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കോടതിയുടെ അനുമതി ആവശ്യമാണ്. സെബാസ്റ്റ്യനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയുന്ന തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച്. തെളിവുകൾ ശേഖരിച്ച ശേഷം ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകാനാണ് തീരുമാനം. അതേസമയം ബിന്ദു പത്മനാഭന്റെ പേരിൽ വ്യാജ മുഖ്തിയാർ തയ്യാറാക്കി സ്വത്ത് വിൽപ്പന നടത്തിയ കേസിന്റെ വിചാരണയുടെ ഭാഗമായി സെബാസ്റ്റ്യനെ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.